പെൺമക്കളുള്ള അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പല സൗഹൃദങ്ങളും ഉണ്ടാകും. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടവരോ വീടിനടുത്തുള്ളവരോ ആകാം. എന്നാൽ അങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. പാലക്കാട് ചിറ്റൂരിൽ അമ്മയുടെ കാമുകനാണ് 16-കാരിയെ പീഡിപ്പിച്ചത്. മകളുടെ പ്രേതബാധ ഒഴിപ്പിക്കാനെന്ന വ്യാജേന 16-കാരിയെ ഇയാൾ ജോലി ചെയ്യുന്ന ഫാമിലെത്തിച്ചാണ് ലൈംഗികമായി ചൂഷണം ചെയ്തത്. സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. കേസിൽ പ്രതി മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി സിറാജിനെ ചിറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറ്റൂർ 5-ാം മൈൽ കുന്നങ്കാട്ടുപതിയിലുള്ള ഫാം നോക്കി നടത്താനാണ് മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി സിറാജ് പാലക്കാടെത്തിയത്. പിന്നാലെ പ്രദേശത്തുള്ള ഒരു യുവതിയുമായി ഇയാൾ സൗഹൃദത്തിലായി. ഫാമിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ പ്രതി ഇത് അറിയിക്കുന്നതിനായി യുവതിയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് യുവതിയുടെ 16 വയസ്സുകാരിയായി മകളെ കണ്ടത്. പിന്നാലെ കുട്ടിക്ക് പ്രേതബാധ ഉണ്ടെന്ന് ഇയാൾ കുടുംബത്തെ വിശ്വസിപ്പിച്ചു. ആദ്യം യുവതിയുടെ വീട്ടിൽ വെച്ച് തന്നെ ബാധ ഒഴിപ്പിക്കൽ ചടങ്ങുകൾ നടത്തി. പ്രേതം ഒഴിഞ്ഞു പോയിട്ടില്ലെന്നും കൂടുതൽ പൂജകൾക്കായി തന്റെ ഫാമിലേക്ക് കുട്ടിയെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. ഇതോടെ യുവതിയും മകനും ചേർന്ന് ഫാമിലെത്തി. എന്നാൽ യുവതിയെയും മകനെയും മറ്റൊരു മുറിയിലാക്കിയ ശേഷം പ്രേതബാധ ഒഴിപ്പിക്കുകയാണെന്ന് പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. പണിക്കല്ല, അവര് ഓരോ വിഷയത്തിൽ തീർക്കാൻ വേണ്ടി അവരുടെ ഉമ്മ വന്നത്. അവർക്ക് കുറെ വിഷയങ്ങളുണ്ട്. അവരെല്ലായിടത്തും പോകലുണ്ട് ചികിത്സിക്കാൻ. എനിക്ക് പറഞ്ഞു എന്താണ് പെണ്ണിന് എന്താണ് കേട്? അവർക്ക് തന്നെ ശൈത്താനത്തിന്റെ ചെറിയ വിഷയം ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോ ശൈത്താൻ ചെറുതായിട്ട് അളകി. ഒരു കണ്ടല്ലേ ലൈവില്. എന്നിട്ട് അവരെന്നെ അവിടെ ശരിയാവില്ല എന്നിട്ട് കൊണ്ടുവന്നു അവിടെ ചിമ്പിളി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇൻഷാ നമുക്ക് പരിപാടി അവിടെ വെച്ചിട്ട് തീർക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വന്നത്. പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ ഇയാൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് പരാതിയിലുണ്ട്. പിന്നീട് കുട്ടി വിവരം മാതാവിനോട് തുറന്നു പറഞ്ഞതോടെയാണ് സംഭവം പുറത്തു വന്നത്. ഇവരുടെ പരാതിയിൽ കേസെടുത്ത ചിറ്റൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.